ആർട്ടിക്കിൾ 368 നമുക്കെല്ലാവർക്കും അറിയാം. ആർട്ടിക്കിൾ 368 നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് പ്രൊസീജിയറിനെ പറ്റി പറയുന്നത്. 368 പ്രകാരം രണ്ട് തരത്തിലുള്ള അമെൻമെൻറ്റ് പ്രൊസീജിയറുകളെ പറ്റിയിട്ടാണ് പറയുന്നത്. രണ്ട് തരത്തിലുള്ള അമെൻമെൻറ്റുകളെ പറ്റിയാണ് പറയുന്നത്. ഒന്ന് പാർലമെൻറ്റിൻ്റെ സ്പെഷ്യൽ മജോറിറ്റി, രണ്ടാമത്തത് നമ്മുടെ പാർലമെൻറ്റിൻ്റെ സ്പെഷ്യൽ മജോറിറ്റിയും അതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യണം, നമ്മുടെ പകുതി സംസ്ഥാനങ്ങളുടെ റാറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ അംഗീകാരം കൂടെ. പകുതി സംസ്ഥാനങ്ങളുടെ റാറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ അംഗീകാരം വേണ്ടത് ഫെഡറൽ സ്ട്രക്ചറിൽ നമ്മൾ എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുമ്പോഴത്തേക്കാണ്. ഈ രണ്ട് തരത്തിലുള്ള അമെൻമെൻറ്റുകളെ പറ്റിയാണ് 368 പറയുന്നത്. ഇനി നമുക്കതിൻ്റെ പ്രൊസീജിയറിനെ പറ്റി പറയാം. ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ബില്ല് നമുക്ക് പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിൽ എവിടെ വേണമെങ്കിലും അവതരിപ്പിക്കാം. ഇരുസഭയെന്ന് പറയുമ്പോഴത്തേക്കും ലോകസഭയിലോ രാജ്യസഭയിലോ ഈ രണ്ട് സഭകളിൽ എവിടെ വേണമെങ്കിലും ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു കാരണവശാലും ഇത് ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ നമുക്ക് ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇതാണ് ഏറ്റവും ആദ്യത്തേത്. ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ബില്ലിനെ നമുക്ക് നമ്മുടെ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിൽ എവിടെ വേണമെങ്കിലും എന്ത് ചെയ്യാൻ സാധിക്കുന്നതാണ്, ഇനിഷ്യേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. രണ്ടാമത്തെ പോയിൻറ്റ്, ഒരു മിനിസ്റ്ററിനോ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് മെമ്പറിനോ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ബില്ല് എന്ത് ചെയ്യാൻ പറ്റും, ഇനിഷ്യേറ്റ് ചെയ്യാം. അപ്പോൾ പ്രൈവറ്റ് മെമ്പർ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് ഒരു സംശയം വരും. പ്രൈവറ്റ് മെമ്പർ എന്ന് പറയുമ്പോൾ മിനിസ്റ്റർ അല്ലാത്ത ഒരു പാർലമെൻറ്റ് അംഗം ആരാണോ അതാണ് ഒരു പ്രൈവറ്റ് മെമ്പർ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ രണ്ട് കാര്യം പഠിച്ചു. ഒന്ന്, ലോക്സഭയിലോ രാജ്യസഭയിലോ നമുക്കിത് ഇനിഷ്യേറ്റ് ചെയ്യാൻ സാധിക്കും. രണ്ടാമത്തത് ഒന്നുകിൽ ഒരു പ്രൈവറ്റ് മെമ്പർ ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു മിനിസ്റ്റർ ആയിരിക്കാം ഇത് ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. പ്രസിഡൻറ്റിൻ്റെ എന്തിൻ്റെ ആവശ്യമില്ല, പ്രയർ റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ മുൻകൂർ അനുമതിയൊന്നും ഇത് ഇനിഷ്യേറ്റ് ചെയ്യാൻ ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ അവതരിപ്പിച്ചതിന് ശേഷം പാർലമെൻറ്റിൻ്റെ ഇരുസഭകളും സ്പെഷ്യൽ മജോറിറ്റിയോട് കൂടി തന്നെ ഇത് പാസ്സാക്കണം. ഇൻ കേസ് ഇവർ തമ്മിൽ എന്തെങ്കിലും ഒരു ഡിസഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ, ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ബില്ലിനെ പറ്റി എന്തെങ്കിലും ഒരു ഡിസഗ്രിമെൻ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ ജോയിൻറ്റ് സിറ്റിങ്ങിന് വ്യവസ്ഥയില്ല. ജോയിൻറ്റ് സിറ്റിങ്ങിലൂടെ നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇതിന് വ്യവസ്ഥയില്ല. 368 പ്രകാരം ജോയിൻറ്റ് സിറ്റിങ്ങിന് വ്യവസ്ഥയില്ല. അപ്പം അടുത്ത പോയിന്റ് പഠിച്ചു. ഇനി പാർലമെൻറ്റിൻ്റെ ഇരുസഭകളും സ്പെഷ്യൽ മജോറിറ്റിയോട് കൂടി പാസ്സാക്കിയതിന് ശേഷം ഈ ബില്ലിനെ രാഷ്ട്രപതിക്ക് അയക്കും. രാഷ്ട്രപതി എന്ത് ചെയ്യണം, ഈ ഒരു ബില്ലിനെ അക്സെപ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ എന്ത് ചെയ്യണം, റെക്കഗ്നൈസ് ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ അനുമതി കൊടുത്തേ മതിയാകൂ. കാരണം ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ബില്ലിനെ രാഷ്ട്രപതിക്ക് തടഞ്ഞു വെക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ പാർലമെൻറ്റിൻ്റെ റീകൺസിഡറേഷന് വേണ്ടി അല്ലെങ്കിൽ പുനഃപരിശോധനയ്ക്ക് വേണ്ടിയിട്ട് തിരിച്ചയക്കാനൊന്നും പറ്റുന്നതല്ല. രാഷ്ട്രപതി അംഗീകരിച്ചേ പറ്റൂ. രാഷ്ട്രപതി അംഗീകരിച്ച് കഴിയുമ്പോഴത്തേക്കും എന്തായി, ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ബില്ല് നിയമമായിട്ട് മാറി. അപ്പോൾ ഈ ഒരു പ്രൊസീജിയർ നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാർക്ക് നമുക്ക് കിട്ടും. നമ്മൾ പ്രത്യേകിച്ച് പഠിക്കേണ്ട ഒരു കാര്യം, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ബില്ലിനെ ലെജിസ്ലേറ്റീവ് അസംബ്ലികളിൽ ഇനിഷ്യേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല.